ഹായ് ഹീറോസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ദൃശ്യം 3 കാണാൻ പോയ ഒരു സ്റ്റോറി പറയാവേ. ആക്ച്വലി മസ്കറ്റിൽ റിലീസായി എൻ്റെ 3rd ഡേ ഞങ്ങൾ ഫിലിം കണ്ടതാണ് കേട്ടോ. പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാൻ തീരെ മടിയില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഇന്ന് ഈ വീഡിയോ റിലീസാക്കുന്നത്. ഞങ്ങൾ മർക്കസ് അൽബ എന്നുള്ള മാളിലാണ് കേട്ടോ വന്നത്. ഇതിന് മുമ്പൊക്കെ ഞങ്ങൾ സിറ്റി സെൻറ്ററിലാണ് പോയി കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞിടെയാണ് ഞങ്ങൾ അന്ന് സത്യം തിരിച്ചറിഞ്ഞത് ഇവിടെ കുറച്ചും കൂടെ റേറ്റ് കുറവാണെന്നുള്ളത്. ആക്ച്വലി എനിക്ക് ഈ മാളിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. കാരണം ഈ ലിഫ്റ്റ് നോക്കിക്കേ, ഗോൾഡൻ കളറിലെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. നമുക്ക് ഇതിൻ്റെ അകത്ത് ചെന്ന് കയറി നിൽക്കുമ്പോൾ നല്ല ലൈറ്റാണ് ഇതിൻ്റെ. ആ ലൈറ്റിൻ്റെ ഇതുകൊണ്ട് നമുക്ക് നല്ല ബ്രൈറ്റ്നെസ് ഒക്കെ തോന്നിക്കും കേട്ടോ. പിന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. ആദ്യം ഞാൻ ഒമാനിൽ വന്ന സമയത്ത് സിനിമ തിയേറ്ററിലൊന്നും പോയി സിനിമ കാണത്തില്ലായിരുന്നു കേട്ടോ. ഓരോ ചാർട്ട് സൈറ്റൊക്കെ ഓൺ ചെയ്തിട്ട് തിയേറ്റർ പ്രിൻ്റൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. കാരണം നാട്ടിലെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് അറ്റാക്ക് വരുന്ന ഫീലായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ആ സമയത്തൊക്കെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ എന്നോട് പറയുമായിരുന്നു, മാക്സിമം പോയാൽ ഒരു 1 ഇയർ, അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്തായാലും ഇവിടുത്തെ റേറ്റ് അനുസരിച്ച് അങ്ങോട്ട് ജീവിച്ചേ പോകുമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചായിരുന്നു എന്നെക്കൊണ്ട് അത് പറ്റുമോ. ഇപ്പം ആ വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലാം പറ്റും എന്നുള്ളത് മനസ്സിലായി കേട്ടോ. പിന്നെ സിനിമേനെ പറ്റി എനിക്ക് പറയാനൊന്നും അത്ര അറിയില്ല. എങ്കിലും ഫസ്റ്റ് സെക്കൻഡിൻ്റെ അത്രയൊന്നും നമ്മൾ അങ്ങോട്ട് പറത്തി കൊണ്ടുപോയൊന്നുമില്ല. 3rd ഭയങ്കര, ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗായിട്ടാണ് ഫീൽ ചെയ്തത്. സെക്കൻഡ് ഹാഫ് പിന്നെയും ഓക്കെയാണ്. ലാസ്റ്റ് ഉള്ളൊരു ട്വിസ്റ്റ് ഉണ്ടല്ലോ, ആ മോഹൻലാലിൻ്റെ ഒരു നടത്തം, അതെല്ലാം ഫസ്റ്റിലും സെക്കൻഡിലും 3rഡിലും അങ്ങനെ തന്നെ എനിക്ക് തോന്നിയത് കേട്ടോ. എന്തായാലും ഓവറോൾ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവി, എനിക്ക് അങ്ങനെ തോന്നിയത്. എന്തായാലും ബോറടിച്ചില്ല. പിന്നെ എൻ്റെ ചെക്കനായിട്ട് ഭയങ്കര കുസൃതിയായിരുന്നു. അവൻ അപ്പുറത്ത് ഒമാനീസൊക്കെ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഏകദേശം ഫുള്ളായിരുന്നു തിയേറ്റർ. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ ഇത്രയും ഫുള്ളായിട്ട് ഒരു ഫിലിം കാണുന്നത്. മാത്രമല്ല ഒമാനി ഫാമിലീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചോദിക്കും ഇവർ എങ്ങനെയായിരിക്കും ഇവർക്ക് മനസ്സിലാവുന്നത്. അപ്പോഴാണ് ഫിലിം തുടങ്ങി കഴിഞ്ഞപ്പോൾ ഒമാനി അറബിയിൽ ഓൾറെഡി എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു, ട്രാൻസ്ലേഷൻ പോകുന്നുണ്ടായിരുന്നു. എന്തായാലും അവരും എൻജോയ് ചെയ്ത പോലെയാണ് ഫീൽ ചെയ്തത്. എന്തായാലും എൻ്റെ തൊട്ട് ഫ്രണ്ടിലിരുന്ന ഒമാനികൾ ഒരു ഹസ്ബൻഡും വൈഫും ആയിരുന്നു. അവരെന്തായാലും അത്ര എൻജോയ് ചെയ്തിട്ടില്ല. കാരണം എൻ്റെ ചെക്കൻ്റെ കുസൃതികൾ മൊത്തം അവരുടെ മേത്തായിരുന്നു. ഭയങ്കര കുസൃതിയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഒരു സിനിമ കാണാൻ പോയപ്പോൾ ഞങ്ങൾ 2 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ 3 പേര് മാത്രം. ആ ടൈമിലാവുമ്പോൾ പെട്ടെന്ന് കിടന്നുറങ്ങിപ്പോയി. എന്നിട്ട് ഞാനാണെങ്കിൽ ഇവന് ഭയങ്കര കോൾഡാണ്. ആ പുതയ്ക്കാൻ വേണ്ടി ഒന്നും കൊണ്ടുപോയിണ്ടായില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞങ്ങളൊരു ചവിട്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു തുണിയുടെ മുതൽ, അത് അവൻ്റെ മേലെ പുതപ്പിച്ചു. അവൻ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. ഞങ്ങൾ സമാധാനമായിട്ട് കണ്ടു. ഈ പ്രാവശ്യത്തെ മൂവി അവൻ ഉറങ്ങിയില്ല. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പകുതിയൊന്നും മനസ്സിലായില്ല. എനിക്ക് ഒരു കാര്യം മനസ്സിലായി, പോപ്കോൺ പകുതി മേടിച്ചത് അവൻ താഴെ ഇട്ടു എന്നുള്ളത്. എന്തായാലും അവരുടെ ഈ ടൈമല്ലേ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. വലുതായി കഴിയുമ്പോൾ പറയാമല്ലോ. നാളെ നമ്മൾ വയസ്സായി പ്രായമായിരിക്കുമ്പോൾ നമുക്കൊരു ചുമയോ ക്ഷയം പിടിച്ചിരിക്കുമ്പോഴാണെങ്കിലും നമ്മളെടുത്ത് കൊണ്ടുപോയിക്കോളുമല്ലോ. അമ്മയ്ക്ക് വലുതായിട്ട് എന്തിനാ വന്നെ. അപ്പോൾ ചോദിക്കാമല്ലോ, നീ ഇത്രയും കുസൃതി വെപ്പിച്ചപ്പോൾ നിന്നെയും കൊണ്ട് തിയേറ്ററിൽ പോയിട്ടുള്ളതല്ലേ, ഇരുന്നിട്ടുള്ളതല്ലേ, അങ്ങനെയൊക്കെ ചോദിക്കാമല്ലോ. പിന്നെ ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഒന്ന് ചില്ലാവാൻ വേണ്ടി ജസ്റ്റ് ഒരു ബിയറൊക്കെ കഴിച്ചു. പിന്നെ വന്ന വഴിക്ക് ഞങ്ങൾ 2-3 മാളിലൊക്കെ ചുമ്മാ കയറി ജസ്റ്റ് ഒന്ന് കണ്ട് 2-3 ഐറ്റംസൊക്കെ ഒന്ന് വാങ്ങി. ഞാനങ്ങനെ അധികം ബിയറൊന്നും അടിക്കുന്ന ആളൊന്നും അല്ല കേട്ടോ. ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചിക്കുചേട്ടനെ അടിച്ച സമയത്ത് ജസ്റ്റ് ഒന്നൊരു ഹൈപ്പിന് വേണ്ടി കൂടിയതാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇതിന് മുമ്പായിട്ടൊരു ബിരിയാണിയൊക്കെ പോയി കഴിച്ചിട്ട് ബിയറൊക്കെ കഴിച്ചു. സുഖമായിട്ട് അന്നത്തെ ദിവസം കിടന്നുറങ്ങിയിട്ടോ. ഇപ്പോൾ ഒരാഴ്ച ദിവസത്തിലുണ്ടെങ്കിൽ പകുതി ദിവസവും ഞാൻ ഹസ്ബൻഡ് വഴക്കുണ്ടാക്കും കേട്ടോ. പക്ഷേ ആ ആഴ്ചയിൽ 6 ദിവസം ഉണ്ടെങ്കിൽ 4 ദിവസം വഴക്കിട്ടാൽ 2 ദിവസത്തെ ആ സ്നേഹം മതി കേട്ടോ. ഈ ഒരു യുഗം മുഴുവനും അങ്ങേരെ തന്നെ മതി എന്നുള്ള സിഗ്നേച്ചർ ഇടാൻ വേണ്ടിയിട്ട്. കാരണം ആൾ പാവമാണ്. ചില സമയത്ത് ഒരു കുഞ്ഞു കുറുമ്പൊക്കെ എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരുടെയും ഭർത്താക്കന്മാർ കുറുമ്പൊക്കെ എടുക്കണമായിരിക്കും അല്ലേ. കുറച്ച് കുറുമ്പൊക്കെ പുറത്തു കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ശരി, എങ്കിൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ. ലവ് യു ഓൾ. ടേക്ക് കെയർ.